മന്ദാകിനിക്ക് ശേഷം അൽതാഫ് സലീം, അനാർക്കലി, മരക്കാർ എന്നിവർ ഒന്നിക്കുന്ന ഇന്നസെന്റ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഓണച്ചിത്രങ്ങളോടൊപ്പം ട്രെയിലർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലും ട്രെയിലർ പുറത്തിറങ്ങി. ഒക്ടോബറിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ്. സോഷ്യൽ മീഡിയ താരമായ ടാൻസാനിയൻ സ്വദേശി കിലി പോൾ ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമയും കൂടിയാണ് ഇന്നസെന്റ്. നിനക്ക് മാത്രമാണോ? പ്രതികരിക്കണം. പ്രതികരിക്കാന്നുള്ളത് നമ്മുടെ മൗലിക അവകാശം. വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്യു തോമസും ദേവിക സഞ്ജയും ആദ്യമായി സ്ക്രീനിൽ ഒരുമിക്കുന്ന സുഖമാണോ സുഖമാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സുരേഷ് ഗോപിയുടെയും മഞ്ജു വാര്യരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. അരുൺ ലാൽ രാമചന്ദ്രനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും. ജഗദീഷ്, സ്ഫടികം ജോർജ്, കുടശനാട് കനകം, നോബി മാർക്കോസ്, അഖിൽ കവലയൂർ, മണിക്കുട്ടൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം കളങ്കാവലിന്റെ ടീസർ പുറത്ത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും തിരക്കഥ ഒരുക്കിയ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ വിനായകൻ, ജിതിൻ ഗോപിനാഥ് എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് കളങ്കാവൽ. രശ്മിക മന്ദാനയും ദീക്ഷിത് ഷെട്ടിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ദി ഗേൾ ഫ്രണ്ടിന്റെ പുതിയ ഗാനം പുറത്ത്. ഹിഷാം അബ്ദുൾ വഹാബ് സംഗീതമൊരുക്കിയ ഗാനം ചിന്മയി ശ്രീപദും ഹിഷാമും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. രാഹുൽ രവീന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഗീത ആർട്സും ധീരജ് മുകിലിനേനി എന്റർടൈൻമെന്റ്സും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രകനി, ഭരത്, സുരഭി ലക്ഷ്മി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാകുന്ന തമിഴ് ചിത്രം വീരവണക്കം തിയേറ്ററുകളിൽ. ശാരദ് ക്രിയേഷൻസിന്റെ ബാനറിൽ അനിൽ വി നാഗേന്ദ്രനാണ് സിനിമയുടെ തിരക്കഥയും സംവിധാനവും. കേരള തമിഴ്നാട് ചരിത്ര പശ്ചാത്തലത്തിൽ സഖാവ് പി കൃഷ്ണപിള്ളയുടെ സംഭവ ബഹുലമായ പോരാട്ടത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്.